ദൂതരായ മുഹമ്മദ് നബി സ്നേഹത്തിന്റെ നിറകുടമാണ് എന്നതാണല്ലോ നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ആമുഖമായി ഞാൻ പറയുകയാണ്. നൂറ്റാണ്ടുകൾ പറന്നുപോയിട്ടും അനുപമ വ്യക്തിത്വമായി എപ്പോഴും നാമം കൊണ്ടും ഓർമ്മ കൊണ്ടും സമൂഹത്തിൽ നിലകൊള്ളുന്ന, ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഏതു മേഖലയിലുള്ളയാളാവട്ടെ, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് ലോകാനുഗ്രഹിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഒന്നുകൂടെ, ഇത്രയധികം സൂക്ഷ്മമായി വിലയിരുത്തപ്പെട്ട മറ്റൊരു ജീവിതവുമില്ല എന്നു മാത്രമല്ല, 5 ലക്ഷം സത്യസന്ധരായ നിവേദകന്മാരിലൂടെ ആ ജീവിതം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതാരാണോ നമ്മിലേക്ക് എത്തിച്ചു തന്നത്, അവരുടെ വ്യക്തി ജീവിതം പോലും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറെ കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത്. തന്നെയുമല്ല, ഒരു ചലനത്തിന്റെ അല്പഭാഗം പോലും നഷ്ടപ്പെടുത്താതെ ഏതെല്ലാം രൂപങ്ങളിലായിരുന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിരുന്നത്, അപ്പടിയാണ് അനുചരന്മാർ, അവരിൽ നിന്ന് കേട്ടവർ ഈ സംഭവങ്ങൾ നമ്മിലേക്ക് എത്തിച്ചു തന്നത്. അതും മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു അത്ഭുതമാണ്. അവിടുന്ന് ചിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ, നിന്നിട്ടാണെങ്കിൽ അങ്ങനെ, ഗൗരവ സ്വഭാവത്തിലാണെങ്കിൽ ആ രീതിയിൽ, വിരൽ ചൂണ്ടിയിട്ടാണെങ്കിൽ അപ്രകാരം എന്നല്ല, ഏതെല്ലാം രൂപഭാവത്തിലായിരുന്നോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചത്, അതെല്ലാം വളരെ കൃത്യമായി നമുക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നത് ലോകത്തിങ്ങനെ ഒരു മനുഷ്യൻ, അതുല്യനായ മനുഷ്യൻ, അനിർവചനീയമായ സവിശേഷതകളുടെ ഉടമയായ ഒരാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് എന്ന് വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്താണ് നമ്മൾ അവിടുത്തെ പറയേണ്ടത്? ഔസാഫുഹുമാ യന്തഹി തഅദാദുഹാ ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടാകും, കടപ്പുറത്തുകൂടെ സഞ്ചരിക്കുന്നവരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ. വൈകുന്നേര സമയങ്ങളിൽ അസ്തമാന സൂര്യന്റെ ചെങ്കതിരുകളെ സാക്ഷിയാക്കി കടൽ തീരത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നമ്മോട് പറയാൻ കഴിയും, ഞാൻ കടൽ കണ്ടിട്ടുണ്ട് എന്ന്. പ്രഭാതത്തിൽ കൂട്ടുകാരോടൊന്നിച്ച് തന്റെ ജീവിതോപാധിയായി കാണുന്ന മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ കണ്ണെത്താ ദൂരത്തോളം ബോട്ടുകളിൽ കയറി കടൽ തീരങ്ങളെ കാണാതെ ദിവസങ്ങളോളം മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിൽ കഴിയുന്നവർ നമ്മോട് തിരിച്ചു വന്ന് പറയും, എനിക്ക് കടൽ പരിചയമുണ്ട്, ഞാൻ കടൽ കണ്ടിട്ടുണ്ട്. അന്തർവാഹിനികളിൽ കയറി കടലിന്റെ അഗാധതയിലേക്ക് മുങ്ങിത്താഴുന്നവരും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നവരും ചിപ്പികളെ കുറിച്ച്, മുത്തുകളെ കുറിച്ച്, പവിഴപ്പുറ്റുകളെ കുറിച്ച് പറയുന്നവരും നമ്മോട് പറയും, ഞാൻ കടൽ കണ്ടവനാണ്. വർഷങ്ങളോളം മാസങ്ങളോളം കടലിൽ സഞ്ചരിക്കുന്നവരും പറയും, ഞങ്ങൾക്ക് കടൽ പരിചയമുണ്ട്. വലിയ ഒരു ശാസ്ത്രശാഖ കൂടിയാണ് കടലുമായി ബന്ധപ്പെട്ട വിജ്ഞാനം എന്നുകൂടി നാം അറിയണം. എന്നാലും കടൽ ബാക്കിയാണ്.
എന്നാലും കടലിലെ അത്ഭുതങ്ങൾ, സമുദ്രത്തിലെ അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇതിനു സമാനനാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടൽ പോലെ അവിടുത്തെ ശ്രേഷ്ഠതകളും അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെയുടെ അധ്യാപനങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ പരന്ന് വിശാലമായി കിടക്കുകയാണ്. ഒരു കാര്യം കൂടി, ഇതിൽ ഊഹാപോഹങ്ങളില്ല. ഇതിൽ കേവലം ഐതിഹ്യത്തിന്റെ സംസാരമില്ല. എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത്? ലോകത്ത് ഏതു മതാചാര്യനാണെങ്കിലും മതസ്ഥാപകനായി അറിയപ്പെടുന്നയാളാണെങ്കിലും ആദർശങ്ങളെ ലോകത്ത് പ്രചരിപ്പിച്ച ആളുകളാണെങ്കിലും അവരുടെ പല കാര്യങ്ങളും ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൃത്യമായി വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ചരിത്ര സംഭവങ്ങളുമാണ്. ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ മതാനുയായികളുള്ള ആളുകളാണല്ലോ ക്രൈസ്തവ സമൂഹം. യേശുവിന്റെ ചരിത്രം കൃത്യമായി അവർക്ക് നിർവചിക്കുവാനോ പഠിക്കുവാനോ കഴിയില്ല. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഡയനീഷ്യസ് എക്സിഗുസ് എന്ന വലിയ പണ്ഡിതനാണ്, ക്രൈസ്തവ പുരോഹിതനായ പണ്ഡിതനാണ് ക്രിസ്തുവർഷം എന്ന കാലഗണനയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ക്രിസ്തുവിന്റെ മുമ്പ് ഉള്ള കാലം, ക്രിസ്തുവിന്റെ പിന്നീടുള്ള കാലം, നമ്മളുടെ പോലും കാലഗണന അതിനനുസരിച്ചാണ്. AD 2014 നമ്മളിപ്പോ ജീവിക്കുന്നത്. ക്രിസ്തുവർഷം എന്നാണ് ആ വർഷം അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി പഠനം നടത്തി ബൈബിൾ ചരിത്ര പശ്ചാത്തലത്തിൽ എന്ന് മലയാളത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ഒരു പുസ്തകം വായിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട്. ക്രിസ്തീയ പണ്ഡിതനായ ഫാദർ വലിയ വീട്ടിലാണ് അത് എഴുതിയത്. അദ്ദേഹം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യം, സത്യത്തിൽ ക്രിസ്തുദേവൻ ജനിച്ചത് ഈ വർഷമാണ് എന്ന് കൃത്യമായി വിലയിരുത്തുവാനോ അത് ശരിയാണെന്ന് സമർത്ഥിക്കുവാനോ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല എന്നതാണ്. ബൈബിളിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അദ്ദേഹം വിവരിക്കുന്ന കാര്യം, ആ കാലഗണന തീർത്തും അബദ്ധമാണ്. കേവലം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് എന്നാണ്. തന്നെയുമല്ല, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞ് വിലയിരുത്തുന്ന കാര്യം, ജീവിതത്തിലെ കേവലം 50 ദിവസങ്ങളിലെ ചരിത്രം മാത്രമേ ക്രിസ്തുവിൻ്റെതായി യേശുവിൻ്റെതായി നമുക്ക് പറയുവാനും കാണുവാനും കഴിയുകയുള്ളൂ എന്നതാണ്. ഉദാഹരണം മാത്രം, അവരുടെ മതാചാര്യൻ, ഏതു മതാചാര്യനും പലരുടെയും പൂർണ്ണമല്ലാത്തതാണ്.